Welcome to Riju and BSK online classes, and we have to start the third session of thermodynamics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് മേയേഴ്സ് റിലേഷൻ ആയിരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വി ഹാവ് റീച്ച്ഡ് ദ മേയേഴ്സ് ലോ. അപ്പോൾ മേയേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ആൻഡ് വി ഹാവ് ദ റിലേഷൻ ക്യാപിറ്റൽ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. അതുപോലെ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് രണ്ട് പ്രോസസ്സുകൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അത് ഏതൊക്കെയാണ്, എത്രയൊക്കെ ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോ ദ ഹീറ്റ് ക്യാൻ ബി ഗിവൺ ടു എ സിസ്റ്റം ഇൻ ടു വേസ്. ഡെൽറ്റ ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി ആണെന്നും ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് എൻ സി വി ഡെൽറ്റ ടി ആണെന്നും നമ്മൾ കണ്ടു. ഇതിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന മേയേഴ്സ് റിലേഷനിലേക്ക് എത്തുന്നത്. ഇതിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ മൈനസ് ചെയ്തപ്പോഴാണ് മേയേഴ്സ് റിലേഷൻ കിട്ടിയത്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം ഡിവൈഡിങ് ദീസ് ടു ഇക്വേഷൻ. ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡഡ് ബൈ ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ ഈ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡഡ് ബൈ ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി വിൽ ബി ക്യാൻസൽഡ് ആൻഡ് എൻ വിൽ ബി ക്യാൻസൽഡ്. സോ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്, സി പി ഡിവൈഡഡ് ബൈ സി വി മാത്രമാണ്. ആൻഡ് ദ സി പി ഡിവൈഡഡ് ബൈ സി വി ഈസ് കോൾഡ് ആസ് ഗാമ. ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഇൻ തെർമോഡൈനാമിക്സ്, ആൻഡ് ദാറ്റ് ഗാമ ഈസ് കോൾഡ് ആസ് അഡയബാറ്റിക് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ. ഗാമ ഇസ് ദ അഡയബാറ്റിക് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ. അപ്പോൾ രണ്ട് റിലേഷനായി, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആറും സി പി ഡിവൈഡഡ് ബൈ സി വി ഈക്വൽ ടു ഗാമയും. ഇനി ഈ രണ്ട് റിലേഷനും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്താൽ നമുക്ക് മറ്റ് ചില ഇക്വേഷൻസിലേക്ക് എത്തിച്ചേരാം. അതെല്ലാം നമുക്ക് ബോർഡ് എക്സാമിന് അല്ലെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സി പി ഡിവൈഡഡ് ബൈ സി വി ഈക്വൽ ടു ഗാമ അല്ലേ. സോ ഇൻസ്റ്റെഡ് ഓഫ് സി പി ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗാമ ഇൻറ്റു സി വി. സോ സി പിക്ക് പകരം ഗാമ ഇൻറ്റു സി വി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്ന് എഴുതാലോ. സോ ദാറ്റ് മീൻസ് എന്താണ്, സി വി ഇൻറ്റു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു ആർ എന്ന് വരും. സോ യു ഗോട്ട് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. സി വി ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് 1 ആണെങ്കിൽ സി പി ഈക്വൽ ടു ഗാമ ഇൻറ്റു സി വി അല്ലേ. So from this relation we can also say that Cp equal to gamma R divided by gamma minus 1. ഇതെല്ലാം നമ്മൾ ഈ രണ്ട് ബേസ് റൂൾസിൽ നിന്ന്, മേയേഴ്സ് റിലേഷനിൽ നിന്നും ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, വർക്ക് ഫ്രാക്ഷനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷനും. അപ്പോൾ അതിൽ വർക്ക് ഫ്രാക്ഷൻ എത്രയായിരുന്നു, ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ആയിരുന്നു അല്ലേ മക്കളെ. ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. ഇത് എത്രയാണെന്ന് നമുക്ക് ഇതിനെ ഞാൻ എന്താക്കി എഴുതാണ്, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും, ഏത് ഡെൽറ്റ ക്യൂ ആണ് എന്നുള്ളൊരു ചോദ്യം വരും അവിടെ. ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണോ, ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണോ? ഒരിക്കലും ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വരില്ലല്ലോ. കാരണം ഇഫ് ദ ഹീറ്റ് ഈസ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഫ്രാക്ഷൻ, ബിക്കോസ് അവിടെ വർക്ക് നടക്കുന്നില്ല. സോ വർക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യനിൽ വർക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദ ഹീറ്റ് മസ്റ്റ് ബി ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അല്ലാതെ വർക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ആരാണ്, ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഡെൽറ്റ വിനെ ഞാൻ എന്തായിട്ട് എഴുതുകയാണ്, എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതാണ്, ഡിവൈഡഡ് ബൈ ഇതിനെ എന്താ എഴുതാം, എൻ സി പി ഡെൽറ്റ ടി എന്ന് എഴുതാണ്. എൻ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദ വർക്ക് ഫ്രാക്ഷൻ ഓഫ് ദ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഇസ് നത്തിങ് ബട്ട് ആർ ഡിവൈഡഡ് ബൈ സി പി എന്നല്ലേ വരിക. ഇത് എൻ ആർ ഡെൽറ്റ ടി, ഇത് ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എൻ സി പി ഡെൽറ്റ ടി. സോ എൻ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ സി പി എന്ന് വരും. ഇനി ഇതേപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ ആണെങ്കിൽ അതെത്രയാണ്, ഡെൽറ്റ ഡബ്ല്യു അല്ലല്ലോ, തെറ്റിപ്പോയില്ലേ, ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. ഇത് കോൺസ്റ്റൻറ്റ് വോളിയം
ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇവിടെയും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ കംപ്ലീറ്റ് ഹീറ്റും എന്തായിട്ട് മാറുന്നുണ്ട്, ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. അവിടെ ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അത് എത്രയാണ്? 1 ആണ്, അല്ലെങ്കിൽ 100% ആണ്. സോ വർക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും യു ഹാവ് ടു ടേക്ക് ദ പ്രോസസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോഴേ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പോൾ ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ എൻ സി പി ഡെൽറ്റ ടി എന്ന് വരും. ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ആണല്ലോ ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്കതിനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് തന്നെ എഴുതാം. ദ ഹീറ്റ് given at constant volume equal to delta U അല്ലേ, and heat given at constant volume can also be written as NCV delta T. So what I can write, delta U ന് പകരം NCV delta T എന്ന് പറയാലോ, and I am substituting that here. So delta U ന് പകരം NCV delta T divided by NCP delta T എന്ന് വരും. n delta t ക്യാൻസൽ ആയിട്ട് പോകും. സോ വാട്ട് ഈസ് റിമൈനിങ്? എത്രയാണ് മക്കളെ? 1 ഡിവൈഡഡ് ബൈ 1 അല്ലല്ലോ, 1 ബൈ തന്നെയാണ് വരിക. സി വി ഡിവൈഡഡ് ബൈ സി പി എന്നാണ് വരുന്നത്. ദിസ് ഇസ് സി വി ഡിവൈഡഡ് ബൈ സി പി. സി വി ഡിവൈഡഡ് ബൈ സി പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബൈ ഗാമയാണ്. ഹീറ്റ് ഗിവൺ അറ്റ്, അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ വരുന്നത് 1 ബൈ ഗാമ എന്ന് വരും, സി വി ഡിവൈഡഡ് ബൈ സി പി. ഇതിനെ തന്നെ നമുക്ക് ഇതിൻ്റെ ടൈമിൽ എഴുതാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താണ്? ആർ ഡിവൈഡഡ് ബൈ സി പി എന്നാണ്. ഈ ആർ ഡിവൈഡഡ് ബൈ സി പിയെ നിങ്ങൾക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെ നമ്മൾ ഡിറൈവ് ചെയ്തത് വർക്ക് ഫ്രാക്ഷൻ ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ സി പി എന്നാണ്. ഞാനതിനെ സി പി മൈനസ് സി വി ഡിവൈഡഡ് ബൈ സി പി എന്ന് എഴുതിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ആർ ഇസ് ഈക്വൽ ടു സി പി മൈനസ് സി വി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സി വി ബൈ സി പി, അതായത് 1 മൈനസ് 1 ബൈ ഗാമ. ബൈ ഹാർട്ട് മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വർക്ക് ഫ്രാക്ഷൻ ഓഫ് ദ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഇസ് 1 മൈനസ് 1 ബൈ ഗാമ ആൻഡ് ഇന്റേണൽ എനർജി ഫ്രാക്ഷൻ ഓഫ് ദ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഇസ് 1 ബൈ ഗാമ. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് തെർമോഡൈനാമിക്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. നൗ വി ഹാവ് ടു ഗോ ടു തെർമോഡൈനാമിക്കൽ പ്രോസസ്സസ്. 4 ഡിഫറെൻറ്റ് പ്രോസസ്സുകളാണ് തെർമോഡൈനാമിക്കിനെ ഗവേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് തെർമോഡൈനാമിക്കൽ പ്രോസസ്സസ്. തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എല്ലാ തെർമോഡൈനാമിക്കൽ പ്രോസസ്സിലും 4 വേരിയബിളുകളുടെ, പ്രധാനമായിട്ട് 3 വേരിയബിൾ, നമുക്കതിൽ ഹീറ്റിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 വേരിയബിളുകളുടെ ചേഞ്ചാണ്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് എനർജി. ഈ 4 വേരിയബിളുകളാണ് തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളിൽ, അതായത് തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളുടെ 4 തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളിൽ ഓരോന്നിലും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഓരോ വേരിയബിൾസ് ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാം, വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകാം, അല്ലെങ്കിൽ ഹീറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാം. സോ ഐ ആം സ്റ്റാർട്ടിങ് ഹിയർ വിത്ത് കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സ്. ആദ്യം എളുപ്പമുള്ളതിൽ നിന്ന് നമുക്കങ്ങ് തുടങ്ങാം. അതായത് ഐസോ തെർമലും അഡയബാറ്റിക്കും നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഫൈൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഐസോ കോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തായിട്ട് മാറും? ഡെൽറ്റ യു ആയിട്ട് മാറും അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, എൻ സി വി ഡെൽറ്റ ടി ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം സി വി ഈക്വൽ ടു ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി. ഇത് ഡെൽറ്റ എന്ന് പറയുന്നത് ഞാൻ ഡി യു ബൈ ഡി ടി എന്ന് എടുത്തു എന്ന് മാത്രം, എങ്ങനെയാലും വ്യത്യാസമൊന്നുമില്ല, എൻ എന്ന് വരും. ഫോർ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഈക്വൽ ടു ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയാം. സോ
Molar specific capacity is actually the rate of change of internal energy with respect to temperature. ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? കൊടുത്ത ഹീറ്റ് ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാത്രമേ മാറുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിന് നിങ്ങൾക്ക് ഐഡിയയിൽ വരുന്നുണ്ടോ മക്കളെ? ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാലോ. വർക്ക് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക? എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് അല്ലേ. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ്. ആൻഡ് ഈവൻ എ നെഗ്ലിജിബിൾ ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റ് ഗിവൺ ഈസ് നോട്ട് കൺവേർട്ടഡ് ആസ് വർക്ക്. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് ഒന്നും നമുക്ക് അതിന് കിട്ടുന്നില്ല. തെർമോഡൈനാമിക്കൽ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് ഗിവൺ ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണ്. അത് ഇപ്പോഴേ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോളൂ. ഫോർ ഓൾ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഇൻപുട്ട് മീൻസ് heat supply and output means work done. It can be expansion or compression. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ആൻഡ് ഈ പ്രോസസ്സിൻ്റെ തെർമോഡൈനാമിക്കൽ പ്രോസസ്സിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും വേറെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒന്നും പറയാനില്ലല്ലോ. നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കുന്നു, നമ്മൾ എത്ര ഹീറ്റ് കൊടുത്താലും കൊടുത്ത ഹീറ്റ് മൊത്തം ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അതായത് ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1ഉം വർക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ 0 ആണ്. സോ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ്, ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ നമ്മളിതിനെ ഒരു ഐസോകോറിക് പ്രോസസ്സിനെ ഗ്രാഫിക്കലായിട്ട് വരച്ചു കഴിഞ്ഞാൽ, ഗ്രാഫില്ലാതെ നമുക്കൊരു കളിയില്ല. ഐസോകോറിക് പ്രോസസ്സിനെ ഗ്രാഫിക്കലായിട്ട് വരച്ചു കഴിഞ്ഞാൽ പ്രഷർ ആൻഡ് വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ പ്രഷർ വോളിയം ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദ പ്രഷർ ആക്സിസ്. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഏരിയ അണ്ടർ ദ പ്രഷർ വോളിയം കർവ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ ഐസോകോറിക് പ്രോസസ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് പ്രഷർ വോളിയം ഗ്രാഫാണ്. ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങളത് ചാൾസ് ലോ ആയിട്ട് ബോയിൽസ് ലോ ആയിട്ടൊക്കെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കണ്ടിട്ടുണ്ടാവണം. അതെന്താണ്? ലെറ്റ് us see that ഇവിടെ പറയുന്നത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമുക്കറിയാം പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ ആണ്. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ. സോ ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഗ്രാഫിനെ ഇതുപോലെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് പ്രഷർ വോളിയം ഗ്രാഫാണ്. പ്രഷർ വോളിയം ഗ്രാഫ് ഐസോകോറിക് പ്രോസസ്സിന് ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ വരച്ചാലും അത് ഐസോകോറിക് പ്രോസസ്സ് തന്നെയല്ലേ. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് വോളിയം ആക്സിസ് ആൻഡ് ദിസ് ഇസ് ടെമ്പറേച്ചർ ആക്സിസ്. വോളിയം അല്ല, സോറി, ദിസ് ഇസ് പ്രഷർ ആക്സിസ് ആൻഡ് ദിസ് ഇസ് ടെമ്പറേച്ചർ ആക്സിസ്. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ ആണ്. ഇവിടെ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഒരു കാര്യം എന്തായാലും നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇവിടെ? ഡെൽറ്റ വി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇവിടെ എന്താണ്? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ എന്ന ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എത്ര വരും മക്കളെ? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻ തീറ്റ. സ്ലോപ്പ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് അല്ലേ. അതായത് ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വരും. ഇഫ് ഇറ്റ് ഈസ് എൻ ഐഡിയൽ ഗ്യാസ് യു ക്യാൻ റൈറ്റ് ആസ് പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? വോളിയം കോൺസ്റ്റൻ്റ് ആണ്, പ്രഷറും ടെമ്പറേച്ചറുമാണ് വാരി ചെയ്യുന്നത്. സോ ഡി പി ഇൻറ്റു വി ഇസ് ഈക്വൽ ടു എൻ ആർ ഇൻറ്റു ഡി ടി എന്ന് വരും. ചേഞ്ച് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ക്യാൻ റൈറ്റ്? ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി ഡി ടി ഈക്വൽ ടു എൻ ആർ ഡിവൈഡഡ് ബൈ വി എന്ന് വരും. dp divided by dt is equal to nr by v. So this is the graph of an isochloric process and the slope of the graph is equal to എത്രയാണ്? nr divided by v ആണ്. ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ് ഇൻ ഡെപ്ത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഐസോകോറിക് പ്രോസസ്. ഇനി നമുക്ക് അടുത്ത് കാണേണ്ടത് ഐസോകോറിക് കഴിഞ്ഞു, വർക്ക് നടക്കില്ല എന്ന് കണ്ടു. നൗ വി ക്യാൻ സീ വാട്ട് ഈസ് ആൻ ഐസോബാറിക് പ്രോസസ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പ്രഷർ ഓഫ് ദ ഗ്യാസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്.
ഗ്യാസിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം the heat must be given at a constant pressure and the given heat is converted into delta U plus or minus P delta V. രണ്ട് കാര്യങ്ങൾ നടക്കാം അവിടെ. ഇതിൻ്റെ വർക്ക് ഫ്രാക്ഷനും ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷനുമാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. അവിടെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് വർക്ക് ഫ്രാക്ഷൻ ഈക്വൽ ടു 1 minus 1 by gamma ആൻഡ് ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ ഈക്വൽ ടു 1 by gamma. ഇത് മാത്രം എഴുതി നിർത്തുകയാണ്. ഡിറൈവ് ചെയ്തതാണ്, വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ഇനി ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം വർക്ക് വേണ്ടേ മക്കളെ? വർക്ക് എന്തായാലും ഇവിടെ നടക്കുന്നുണ്ട്. സോ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി ഡെൽറ്റ വി ആണ് വർക്ക് ഡൺ, ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഗിവൺ ആണ്, ഡെൽറ്റ ക്യൂ ആണ്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞത്? വർക്ക് ഫ്രാക്ഷൻ ആയിട്ട് പറഞ്ഞത്. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈസ് ദ വർക്ക് ഡൺ ആൻഡ് ഇൻപുട്ട് ഈസ് ദ ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സോ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്ന ആരെ തന്നെയാണ് മക്കളെ? ഈ പറയുന്ന വർക്ക് ഫ്രാക്ഷനെ തന്നെയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 minus 1 by gamma. ഇത് ഓർമ്മിച്ച് വെക്കണേ. ഒരു ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നതും വർക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. ഈറ്റ ഈക്വൽ ടു 1 minus 1 by gamma. അപ്പോൾ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നടക്കുന്ന വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കുന്നത്? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് ദ വോളിയം കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. സോ യുവർ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഏരിയ അണ്ടർ ദിസ് കർവല്ല, ഏരിയ അണ്ടർ ദിസ് സ്ട്രൈറ്റ് ലൈൻ വിൽ ബി ഗിവിംഗ് യു ദ ടോട്ടൽ വർക്ക് ഡൺ. ഇതായിരിക്കും അവിടെ നടക്കുന്ന ടോട്ടൽ വർക്ക്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം V1 ആയിട്ടും ഫൈനൽ വോളിയം V2 ആയിട്ടും കൺസിഡർ ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എത്ര എഴുതാം? പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്, ഫൈനൽ വോളിയം V2 ആണ്, ഇനീഷ്യൽ വോളിയം V1 ആണ്. P ഇൻറ്റു V2 മൈനസ് V1. ഈ P ഇൻറ്റു V2 മൈനസ് V1 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. NR ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ബിക്കോസ് PV ഈക്വൽ ടു NRT ആണ്. അപ്പോൾ PV2 പകരം NRT2 എന്നും PV1 പകരം NRT1 എന്നും കൊടുത്തു കഴിഞ്ഞാൽ NR is taken outside. So it is work done can be written as P into V2 minus V1 or NR into T2 minus T1. So that is the work done in isobaric process. ഇനി ഐസോബാറിക് പ്രോസസ്സിൽ നമുക്ക് കാണേണ്ടതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രഷർ വോളിയം ഗ്രാഫ് കണ്ടു. പ്രഷർ വോളിയം ഗ്രാഫ് പോലെ നമുക്ക് കാണേണ്ടത് അടുത്തെന്താണ്? സിമിലർലി വി ക്യാൻ സി ദ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് കാണാമല്ലോ. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് 0 ആണ്. ഡെൽറ്റ പി 0 ആണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് ദ ഗ്യാസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ ആസ് പെർ ദ ചാൾസ് ലോ. അപ്പോൾ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ വെൻ യു പ്ലോട്ട് ദ ഗ്രാഫ്, നമുക്കിത് അടുത്ത പേജ് വരയ്ക്കാം അല്ലേ? സി അവിടെ ഡെൽറ്റ വി അല്ലല്ലോ, ഡെൽറ്റ പി അല്ലേ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് വോളിയം directly proportional to temperature. So when you plot the graph between volume and temperature, you will get a straight line for an ideal gas. So that you can write as PV equal to NRT. Pressure constant ആണ്. So I am writing P dV is equal to NR dt and dV divided by dt is equal to NR divided by P എന്ന് വരും. And what is this dV by dP? You know that the slope of the graph is dy by dx. So slope equal to dP divided by dt equal to dP divided by dt alla dV divided by dt. I'm sorry. Tan theta equal to NR divided by P എന്ന് കിട്ടും. So this is the slope of the graph. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിൻ്റെ കാര്യങ്ങളും ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി ഐസോബാറിക്കിൽ നമ്മൾ മിസ് ചെയ്തു പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഐസോബാറിക്കിൽ വർക്ക് എന്താണെന്ന് പറഞ്ഞു. അത് കുറേയൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് നേരത്തെ കണ്ടതാണ്. വർക്ക് കണ്ടു. നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോസസ്സുകളൊന്ന് ഒരു വട്ടം കൂടെ നോക്കിയാലോ? തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളിൽ ആദ്യം നമ്മൾ കണ്ടത്
ഐസോകോറിക് പ്രോസസ്സാണ്. അവിടെ വോളിയം കോൺസ്റ്റൻറ്റ്, വർക്ക് ഫ്രാക്ഷൻ ഇല്ല, അവിടെ ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് സീൻ അതിൻ്റെ ഗ്രാഫ് കണ്ടു, ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്തു. ആൻഡ് ദെൻ വി വെൻ ടു ഐസോബാറിക് പ്രോസസ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ അപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്, ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ചും വരുന്നുണ്ട്. സോ വർക്ക് ഫ്രാക്ഷൻ എന്താണ്, ഇൻറ്റേർണൽ എനർജി ഫ്രാക്ഷൻ എന്താണ്, ആൻഡ് ദറ്റ് വർക്ക് ഫ്രാക്ഷൻ ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് ആസ് ദ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ്. അതിനുശേഷം നമ്മൾ ഗ്രാഫിക്കലി വർക്ക് കണ്ടുപിടിച്ചു. ദെൻ ഗ്രാഫിക്കലി വർക്ക് കണ്ടുപിടിച്ചതിന് ശേഷം വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ്, നേരത്തെ നമ്മൾ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ച പോലെ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് കണ്ടു. ഇത്രയൊക്കെയാണ് നമ്മൾ കണ്ടത്. നൗ ഇനി അടുത്ത 2 പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സും അഡയബാറ്റിക് പ്രോസസ്സും. സോ ലെറ്റ് us see what are the remaining processes. ഓക്കെ. അപ്പോൾ നമ്മളിനി അടുത്ത് കാണേണ്ടത് ഐസോതെർമലും അതുപോലെ അഡയബാറ്റിക് പ്രോസസ്സുമാണ്. ബോത്ത് ആർ മച്ച് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ അതർ 2 പ്രോസസ്സസ്. അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് ഐസോതെർമലിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഐസോതെർമൽ, ദ തേർഡ് വൺ ഈസ് ഐസോതെർമൽ പ്രോസസ്സ്. പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ദാറ്റ് ഈസ് ΔT ഈക്വൽ ടു 0 ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ what we know, if ΔT equal to 0, that implies pressure experienced by the gas will be changing inversely with respect to volume. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരും? പ്രഷർ വേഴ്സസ് വോളിയം വിൽ ബി എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. അതായത് അതിൻ്റെ ഇനീഷ്യൽ P1 V1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന്, സപ്പോസ് ഐ എം കൺസിഡറിങ് ആൻ എക്സ്പാൻഷൻ. ഓക്കെ, ഇനി ആരോ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇൻഡിക്കേറ്റർ എങ്ങോട്ടാണെന്നുള്ള കാര്യം കൺഫ്യൂഷൻ വേണ്ട. ഇറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം P1, എക്സ്പാൻഡിങ് ഫ്രം P1 V1 ടു P2 V2 എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. നമുക്കിവിടെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഗ്രാഫിൻ്റെ അടിയിൽ എത്ര ഏരിയ ഉണ്ടോ ദാറ്റ് ഏരിയ ഗീവ്സ് ദ ടോട്ടൽ വർക്ക് ഡൺ. അതൊക്കെ നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വരണ്ട. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പ്രഷർ ഇൻ ടു വോളിയം is constant. This is the equation of an isotherm. ഈ ഗ്രാഫിന് ഇതിനെ നമ്മൾ പറയുന്നതാണ് ഐസോതേം. The graph of an isotherm process is called as an isotherm. അപ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് വേണം. ആൻഡ് ഫ്രം ദ ഗ്രാഫ് ഇറ്റ് സെൽഫ് യു നോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈക്വൽ ടു dP ഡിവൈഡഡ് ബൈ dV ആണ്. അത് കണ്ടുപിടിക്കാൻ ഇവിടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ dP ബൈ dV കണ്ടുപിടിക്കാൻ ഞാൻ ഈ തന്നിരിക്കുന്ന പ്രഷർ ഇൻറ്റു വോളിയം ഇസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഐസോതേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഐ എം ടേക്കിംഗ് എ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. സോ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ പ്രഷറിനെ മാറ്റി നിർത്തി ഇത് ഇങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഇയറിലെ ഡിഫറൻഷിയേഷനിൽ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് അല്ല, ഡിഫറൻഷിയേഷൻ ഇൻറ്റഗ്രേഷൻ ഒക്കെ. എന്നാലും നമുക്ക് ഇവിടെ അത് സ്റ്റിൽ വി ഹാവ് ടു യൂസ് ഇറ്റ് ഹിയർ. അപ്പോൾ പ്രഷറിന് 2 ഫംഗ്ഷൻസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ബേസിക് ഡിഫറൻഷിയേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബേസിക് ഡിഫറൻഷിയേഷൻ എന്തായിരുന്നു? ഡിഫറൻഷ്യൽ ഓഫ് എക്സ് പവർ എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് പവർ എൻ മൈനസ് 1 എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. അതായത് 2 ഫംഗ്ഷൻസ്, പ്രഷർ വോളിയം എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ തന്നിട്ടുണ്ട്? പ്രൊഡക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ ഒരാളെ മാത്രമേ ഒരേ സമയം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൈൽ ഡിഫറൻഷിയേറ്റിംഗ് ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഹാസ് ടു ബി കെപ്റ്റ് അസൈഡ്. അപ്പോൾ അതായത് ഡിഫറൻഷിയേഷൻ്റെ ഫോർമുല ഇതാണ്. ഡി ഓഫ് എ ബി ഈക്വൽ ടു, നമ്മൾ ആദ്യം എ മാറ്റി നിർത്തി ബി എ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് ബി എ മാറ്റി നിർത്തി എനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുക. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, അത്രേ ആവശ്യമുള്ളൂ മക്കളെ ഇവിടെ. അപ്പോൾ ഞാൻ ഇതിന് എന്തായിട്ട് എഴുതാം? പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു, ഇത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എത്രയാണ് കിട്ടുക? ദാറ്റ് ഈസ് 0. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഇസ് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ഈക്വൽ ടു വോളിയം ഇൻറ്റു change in pressure but with a minus sign. So that means dP divided by dV is equal to minus P by V. ഇതാണ് ഈ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഐസോതേമിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത്. മൈനസ് പി ഡിവൈഡഡ് ബൈ വി എന്ന് കിട്ടും ഐസോതേമിൻ്റെ. ഇപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ നമ്മൾ ഇവിടം വരെ കണ്ട കാര്യങ്ങൾ
ഗ്രാഫ് കണ്ടു, ആ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ വർക്ക് കിട്ടുമെന്ന് മനസ്സിലായി. ഇനി അതുപോലെ ഐസോതേമിൻ്റെ ഗ്രാഫ്, ഐ മീൻ പ്രഷർ വോളിയം ഗ്രാഫ് നമ്മൾ കണ്ടു. പ്രഷർ വോളിയം ഗ്രാഫ് മാത്രമല്ല കേട്ടോ ശരിക്കും അവിടെ ഐസോതേമിലുള്ളത്. ഇപ്പോൾ മക്കളെ നിങ്ങളൊന്ന് നോക്കിയേ, പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ് പറയുന്നത്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പ്രഷർ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുന്ന പോലെ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് പറയാം. ഇൻ ദാറ്റ് കേസ് ദ ഗ്രാഫ് ഓഫ് ഐസോതേം വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ഇങ്ങനെ കിട്ടും. കാരണം വോളിയത്തിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കുന്ന ആളാണെങ്കിൽ അത് ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ വെൻ യു പ്ലോട്ട് ഡെൻസിറ്റി ആൻഡ് പ്രഷർ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഹൈപ്പർബോള. അപ്പോൾ ഇതാണെങ്കിലും ഐസോതേമാണ്, അതാണെങ്കിലും ഐസോതേം തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രഷർ വോളിയം ഗ്രാഫ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതിനടിയിലുള്ള ഏരിയ എടുത്താൽ വർക്ക് കിട്ടുള്ളൂ. കാരണം ഇതിൽ നിന്ന് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? ഏത് തെർമോഡൈനാമിക്കൽ പ്രോസസ് ആണെങ്കിലും ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വി നീഡ് എ പ്രഷർ വോളിയം ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് ഈക്വൽ ടു ഡി പി ബൈ ഡി വി ആൻഡ് ദ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് പി ബൈ വി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ നമ്മൾ മെക്കാനിക്സ് സോളിഡ്സിൽ പഠിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. യു ഹാവ് ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഈക്വൽ ടു ഡെൽറ്റ പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞ കാര്യം. ഡെൽറ്റ പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഇതിപ്പോൾ ഈ ഡെൽറ്റ ഫോമിൽ എഴുതണമെങ്കിൽ ഡെൽറ്റ ഫോമിൽ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡി ഓഫ് പി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡി പി ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഡി വി, ഐ എം സോറി, ഡി പി ഇൻറ്റു ഒന്ന് ഡെൽറ്റയിൽ എഴുതുകയാണെങ്കിൽ മറ്റേത് ഡെൽറ്റയിൽ എഴുതണം, ഡിവൈഡഡ് ബൈ ഡി വി. ആൻഡ് ഹിയർ വി ഹാവ് ഡിറൈവ്ഡ് ഡി പി ഡിവൈഡഡ് ബൈ ഡി വി ഈക്വൽ ടു മൈനസ് പി ഡിവൈഡഡ് ബൈ വി എന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു, സ്ലോപ്പ് ഓഫ് ദ ഐസോതേം. അപ്പം ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. ഡി പി ഈ വി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു, ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ഈക്വൽ ടു, അല്ലെങ്കിൽ വിത്ത് മൈനസ് സൈൻ ഈക്വൽ ടു പ്രഷർ എന്ന് വന്നു. വാട്ട് ഈസ് ദിസ്? ഈ കാണിച്ചിരിക്കുന്നത് എന്താണ് മക്കളെ? ബൾക്ക് മോഡുലസ് അല്ലേ? അപ്പോൾ നമുക്കതിനെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ സംഭവത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോതെർമൽ ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കാം. മൈനസ് സൈൻ അവിടെ നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്യാസ് ഈക്വൽ ടു പ്രഷർ എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. ഒരു ഗ്യാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഗ്യാസിൻ്റെ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഗ്യാസുകൾക്ക് മാത്രം രണ്ട് ബൾക്ക് മോഡുലസുകളുണ്ട്, ഐസോതെർമൽ ബൾക്ക് മോഡുലസും അതുപോലെ തന്നെ അഡയബാറ്റിക് ബൾക്ക് മോഡുലസും. സോ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പ്രഷർ എക്സ്പീരിയൻസ് ബൈ ദ ഗ്യാസ്. ഇത് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിനെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഇഫ് യു അപ്ലൈ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഐ മീൻ ഇഫ് യു കമ്പൈൻ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ആൻ ഐസോതെർമൽ പ്രോസസ്, ഹീറ്റ് ഗിവൺ ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം. വീണ്ടും അത് അങ്ങനെ തന്നെ വരികയാണ്. അപ്പോൾ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഡബ്ല്യു നമുക്ക് എഴുതാം. ഒരു കാര്യം ഉറപ്പല്ലേ, ഹീറ്റ് ഗിവൺ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ബട്ട് ദിസ് ഇസ് ആൻ ഐസോതെർമൽ പ്രോസസ് വിച്ച് മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഈസ് സീറോ. മക്കളെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സീറോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റേർണൽ എനർജിയിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ദാറ്റ് ഈസ് delta u is equal to 0. So when you apply the condition of isothermal process to first law of thermodynamics, you get the heat given is equal to delta w. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഐഡിയൽ ആയിട്ടുള്ള ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ കൊടുത്ത ഹീറ്റ് മൊത്തം എന്തായിട്ട് മാറും? വർക്കായിട്ട് മാറും. ഫോർ ആൻ ഐഡിയൽ ഐസോതെർമൽ പ്രോസസ് the total heat given will be converted as work done. അതൊരു ഐഡിയൽ പ്രോസസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യൂവും ഈക്വൽ ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 എന്ന് പറയാം. അതായത് 100% ആണ്. ഇതൊരിക്കലും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അതായത് കൊടുത്ത ഹീറ്റിൽ നിന്ന് ഇൻറ്റേർണൽ ചൂടാവാതെ വർക്ക് നടക്കുന്ന ഒരു സിറ്റുവേഷൻ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. കൊടുത്ത ഹീറ്റിൽ നിന്ന് ഒരു ചെറിയ ഫ്രാക്ഷനെങ്കിലും എന്തായിട്ട് മാറുന്നുണ്ട്? ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതൊരു ഐഡിയൽ കേസാണ്. കൊടുത്ത ഹീറ്റ് മൊത്തമായിട്ട് വർക്കായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു അസംഷൻ മാത്രമാണ്. പ്രാക്ടിക്കൽ കേസുകളിലൊന്നും അത് പോസിബിൾ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ.
അപ്പോൾ ഇതാണ് ഐസോതെർമൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി അവിടെ ബാക്കി നിൽക്കുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അത് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് വൺ ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇസ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ്. നമുക്ക് നമ്മളുടെ ഗ്രാഫിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. ഒന്ന് പി വി ഈസ് കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ പി വി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എന്ത് എഴുതും? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതും അല്ലേ? P1 V1 ഈക്വൽ ടു P2 V2 ആണ്. ഇനി വേണമെങ്കിൽ ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ടും എഴുതാം? NRT എന്ന് എഴുതുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ആക്ച്വലി ഇത് പി വി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? K ഈസ് നത്തിങ് ബട്ട് NRT തന്നെയാണ്. നമ്മളൊരു ഐസോതെർമൽ പ്രോസസ്സ് കൺസിഡർ ചെയ്താൽ വെൻ വി സീ ദ വേരിയേഷൻ ഓഫ് പ്രഷർ ആൻഡ് വോളിയം കിട്ടും. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് P1 V1 ഫൈനൽ സ്റ്റേറ്റ് P2 V2 ആണ്. ആൻഡ് ദ ഗ്യാസ് അണ്ടർഗോ ആൻ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടുന്ന് ഇവിടം വരെ വരാൻ എത്ര വർക്ക് നടന്നു എന്ന് കണ്ടുപിടിക്കണം. ആ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അത് ആരാണ്? ഈ തന്നിരിക്കുന്ന ഏരിയ തന്നെയാണ് ആരായിട്ട് വരുന്നത്? വർക്കായിട്ട് വരുന്നത്. ദിസ് ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് ഐസോതെർമൽ പ്രോസസ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ഡ്യൂറിങ് ഇസ് എക്സ്പാൻഷൻ ഫ്രം V1 to V2. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. This area represents work of isothermal process. ഇനി നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൽ തന്നെ ഇനി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഞാൻ പ്രഷർ ആൻഡ് വോളിയം അത് എക്സ്പാൻഡ് ചെയ്യുന്നു. നേരത്തെ പ്രോസസ്സ് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അതിൽ വരച്ചാൽ ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ചെറിയ വോളിയം എടുക്കുകയാണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് വോളിയം, അല്ലെങ്കിൽ ഒരു ചെറിയ സെഗ്മെൻറ്റ് ഓഫ് വോളിയം. അതിൻ്റെ വാല്യൂ വരുന്നത് dV ആണ്. ആൻഡ് ഫോർ ദിസ് ചേഞ്ച് ഇൻ വോളിയം ദ ഗ്യാസ് ഹാസ് എ പ്രഷർ ഓഫ് P എന്ന് പറയുന്ന ഒരു ആർബിട്രറി പ്രഷർ വാല്യൂവിലാണ് ഈ ചേഞ്ച് ഇൻ വോളിയം നടക്കുന്നത്. സോ ഇത്രയും വോളിയം ചേഞ്ച് ചെയ്യാൻ അവിടെ നടന്നിട്ടുള്ള വർക്ക്, അതിനെ നമുക്ക് W എന്നല്ല DW എന്ന് പറഞ്ഞാൽ മതി. ചെറിയ ചേഞ്ച് ഇൻ വോളിയം അല്ലേ? DW ഈസ് ഈക്വൽ ടു PdV എന്ന് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എത്ര വരും മക്കളെ? ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ V1 to V2 PdV എന്നല്ലേ വരിക? ഇൻ്റഗ്രൽ V1 to V2 PdV. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രഷറും ഇൻ്റഗ്രേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത് dV ആണ്. ഒരിക്കലും നിങ്ങൾക്ക് പ്രഷറിനെ വോളിയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് പ്രഷർ യു നീഡ് എ വാരിയബിൾ ആസ് dP എന്ന് പറയുന്നൊരു വാരിയബിളാണ്. പക്ഷേ ഇവിടുത്തെ വാരിയബിൾ ആരാണ്? dV ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രഷർ എന്ന് പറയുന്ന ടൈമിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്ത് അവിടെ ഒരു വോളിയത്തിൻ്റെ ടൈം കൊണ്ടുവരണം. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. PV is equal to NRT. So instead of pressure നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? NRT divided by V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻസ്റ്റെഡ് ഓഫ് പ്രഷർ NRT by V എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് പേജ്. ഇവിടെ സ്പേസ് അത്ര പോരാ. അപ്പോൾ ഐ ആം റൈറ്റിംഗ് ആസ് W is equal to ഇൻ്റഗ്രൽ V1 to V2. ഈ പ്രഷറിന് പകരം എന്ത് എഴുതി? NRT divided by V into dV എന്ന് എഴുതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, കളറൊന്ന് മാറ്റി പിടിക്കാം, നമുക്ക് വൈറ്റ് ആയിരിക്കും കുറേ കൂടെ ബെറ്റർ തോന്നുന്നു. സോ ദാറ്റ് മീൻസ് NRT മൂന്നും കോൺസ്റ്റൻ്റ് ആണ്. അത് കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് സൈഡ് ഇൻറ്റു V1 to V2 1/V dV എന്ന് വരും. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ആസ് ഇൻ്റഗ്രൽ 1/x dx ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എക്സ് എന്ന് പറയാം. ഇൻ്റഗ്രൽ 1/x dx ഈക്വൽ ടു ലോഗരിതം ഓഫ് എക്സ്. ഇത് നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ടൈമിലാണ്. ഇതിനെ കോമൺ ലോഗരിതത്തിലാണ് പറയുന്നതെങ്കിൽ 2.303 ഇൻറ്റു ലോഗരിതം ഓഫ് എക്സ് എന്ന് പറയണം. ഏത് രീതി വേണമെങ്കിലും എടുക്കാം. ഞാനപ്പോൾ ഇതെന്തായിട്ട് വന്നു? NRT ഇൻറ്റു ലോഗരിതം ഓഫ് എക്സ് ഫ്രം V1 to V2. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിമിറ്റ് ഉണ്ടെങ്കിൽ
നമ്മളവിടെ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് NRT ഇൻറ്റു ലോഗരിതം ഓഫ് V2, അതാണ് അപ്പർ ലിമിറ്റ്, മൈനസ് ലോഗരിതം ഓഫ് V1 എന്ന് വരും. NRT ഇൻറ്റു ലോഗ് V2 മൈനസ് ലോഗ് V1. ലോഗരിതത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റിലേഷനാണ് ലോഗ് A മൈനസ് ലോഗ് B ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് A by B എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഫോളോ ദാറ്റ് റൂൾ ഹിയർ. സോ ദ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് W ക്യാൻ ബി റിട്ടൺ ആസ് NRT. ഇനിയിപ്പോൾ NRT മാറ്റണമെങ്കിൽ നമുക്ക് അവസാനം മാറ്റാം അല്ലേ. NRT ഇൻറ്റു ലോഗരിതം ഓഫ് V2 ഡിവൈഡഡ് ബൈ V1 എന്ന് വരും. NRT കോൺസ്റ്റൻ്റ് ആണ്, വോളിയമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് V2 ബൈ V1 പകരം ഇത് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് വാട്ട് യു നോ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ആണ്. സോ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ V2 ബൈ V1 എടുത്തോ. അതേസമയം പ്രഷറാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് V2 ബൈ V1 യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് P1 ഡിവൈഡഡ് ബൈ P2. ഇതിനെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദ ഇക്വേഷൻ വിൽ ബിക്കം 2.303 NRT ഇൻറ്റു ലോഗരിതം ഓഫ് V2 divided by V1. This is the work done in an isothermal process. Please keep in mind that P2 divided, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് V2 divided by V1 ആണ്. V2 by V1 can also be replaced as P1 divided by P2 because it is an isothermal process. So this is the equation for the work done in an isothermal process. Clear ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് in both subjective exam point of view and in കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പോൾ മക്കളെ തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളിൽ 4 3 നമ്മൾ കണ്ടു കഴിഞ്ഞു, വർക്കും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൽ അവസാനമായിട്ട് കാണാനുള്ളത് ദ 4th one is അഡിയാബാറ്റിക് പ്രോസസ്സ്. ബാക്കി എല്ലായിടത്തും പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കാം, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ 3 പേരും കോൺസ്റ്റൻ്റ് അല്ല. പകരം ഇവിടെ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കാനും പറ്റില്ല, ആ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യാനും പറ്റില്ല. അതായത് സപ്ലൈ ഓഫ് ഹീറ്റും ശരി, റേഡിയേഷൻ ഓഫ് ഹീറ്റും ശരി, രണ്ടും 0 ആണ്. അതായത് ഇതിനെ നമുക്ക് ഒരു തരത്തിൽ എന്തായിട്ട് പറയാം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് പറയാം. നോ ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ് or no heat can be provided to the system, then it is called as an ideal adiabatic system. അപ്പോൾ ഹീറ്റ്, അതായത് അവിടെ ഹീറ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് സിസ്റ്റത്തിൻ്റെ നെറ്റ് ഹീറ്റ് കണ്ടൻറ്റിനെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നില്ല. റിലീസ് ചെയ്യുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, നെറ്റ് ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആവില്ല. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ നെറ്റ് ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഇഫ് യു അപ്ലൈ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യു ഹാവ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഹീറ്റ് കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 അല്ലേ, അവിടെ ഹീറ്റ് കണ്ടൻറ്റിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. അതായത് വി ആർ അപ്ലൈയിങ് ദ കണ്ടീഷൻ ഓഫ് അഡിയാബാറ്റിക് പ്രോസസ് ഇൻ ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ യു. ഇതിൻ്റെ അർത്ഥം എന്താ മക്കളെ, അവിടെ ആ സിസ്റ്റത്തിനകത്ത് നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇൻറ്റേർണൽ എനർജിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ വർക്ക് എന്ന് പറയുന്നത് 2 തരത്തിലാവാലോ, എക്സ്പാൻഷൻ വർക്കും ആവാം, കംപ്രഷൻ വർക്കും ആവാം. എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വോളിയം ഇൻക്രീസ് ആണ്, അതേപോലെ തന്നെ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വോളിയം ഡിക്രീസ് ആണ്. ഇവിടെ ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട്, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കാന്നല്ല, ആ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടൻറ്റിൽ നമുക്ക് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്ന വർക്ക് ഇൻറ്റേർണൽ എനർജി ആയിട്ടും, അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് എന്തായിട്ട് മാറും, ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറും. അതേസമയം നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല, പകരം ആ സിസ്റ്റത്തിനോട് വർക്ക് ചെയ്യാൻ പറയുകയാണ്, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, സിസ്റ്റത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി എവിടെന്നെങ്കിലും കിട്ടണം, അതിൻ്റെ കയ്യിൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാൻ എനർജി ഒന്നുമില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ, ദ സിസ്റ്റം
takes its own internal energy and perform the work means there will be decrease in internal energy, and that decrease in internal energy means minus delta U. കുറച്ച് അത് ആദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നമുക്ക് എല്ലാ കൺഫ്യൂഷനും നമുക്കങ്ങ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ യു ആണ്. അതായത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓർ ഓൺ ദ സിസ്റ്റം ചേഞ്ചസ് ഓൺലി ഇന്റേണൽ എനർജി. ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. സപ്പോസ് ആ സിസ്റ്റത്തിന് എക്സ്പാൻഷൻ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. സിസ്റ്റത്തിന് എക്സ്പാൻഷൻ ആണ് നടക്കുന്നതെന്ന് വിചാരിച്ചോ. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുത്തു. എക്സ്പാൻഷൻ ആണ് സിസ്റ്റത്തിന് നടക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഗിവൺ എന്ന് പറഞ്ഞാൽ 0 ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നല്ലേ നിങ്ങൾ എഴുതുള്ളൂ. എക്സ്പാൻഷൻ വർക്കാണ്, അപ്പോൾ പ്ലസ് പി ഡെൽറ്റ വി ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ എക്സ്പാൻഷൻ നടന്ന സമയത്ത് ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ്. വെൻ ദ സിസ്റ്റം അണ്ടർഗോസ് അഡയബാറ്റിക് എക്സ്പാൻഷൻ ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇനി നമുക്ക് അഡയബാറ്റിക് എക്സ്പാൻഷനിലേക്ക് വരാം. അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യാതെ യു ആർ ആസ്കിങ് ദ സിസ്റ്റം ടു എക്സ്പാൻഡ്. അപ്പോൾ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ സിസ്റ്റത്തിന് കുറച്ച് എനർജി വേണം. ദ വർക്ക് ഹാസ് ടു ബി ഡൺ, അല്ലെങ്കിൽ ദ എക്സ്പാൻഷൻ നീഡ്സ് സം എമൗണ്ട് ഓഫ് എനർജി. പക്ഷേ നിങ്ങൾക്ക് എനർജി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറയുന്നേ ഉള്ളൂ, പക്ഷേ ആ എക്സ്പാൻഷൻ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ദ സിസ്റ്റം ഈസ് അഡയബാറ്റിക്. അപ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് സം എനർജി. എക്സ്റ്റേണൽ ആയിട്ട് എനർജി കിട്ടാനില്ല. പിന്നെ അത് അടുത്ത വഴി എന്താണ്? ടു ടേക്ക് ഇറ്റ്സ് ഓൺ ഇന്റേണൽ എനർജി. അപ്പോൾ എക്സ്റ്റേണൽ എനർജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിസ്റ്റം അതിൻ്റെ സ്വന്തം ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? ആഫ്റ്റർ ദ എക്സ്പാൻഷൻ പ്രോസസ് ഈസ് ഓവർ ദർ വിൽ ബി ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജി. കാരണം സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന റിസർവ് എനർജിയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടാണ് എക്സ്പാൻഷൻ പ്രോസസ്സ് നടത്തിയത്. അപ്പോൾ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജിയിൽ ഒരു ചെറിയ കുറവുണ്ടാവും. അതായത് ദ വർക്ക് ഈസ് done by the system using its own internal energy means the internal energy of the system decreases after the expansion. That is why delta U is negative. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ കംപ്രഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കംപ്രഷൻ ആണെങ്കിൽ 0 ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് പി ഡെൽറ്റ വി. മൈനസ് പി ഡെൽറ്റ വി എന്നോ അല്ലെങ്കിൽ മൈനസ് ഡബ്ല്യു എന്നോ എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. എല്ലാം ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് വരും. നമ്മൾ ഓൾറെഡി കണ്ടൊരു കാര്യത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എന്താ? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ യു ആണ്. അഡയബാറ്റിക്കലി നിങ്ങൾ എന്താ ചെയ്യുന്നത്? കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് സിസ്റ്റത്തിനെ. സോ കംപ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് എന്തായിട്ടാണ് മാറുന്നത്? ഹീറ്റായിട്ട് മാറില്ല. അത് പകരം എന്തായിട്ടാണ് മാറുന്നത്? ഇന്റേണൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ബിക്കോസ് യു കനോട്ട് പ്രൊവൈഡ് ഹീറ്റ് ടു ദ സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഈസ് അഡയബാറ്റിക്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് കൺവെർട്ടഡ് ആസ് ഇന്റേണൽ എനർജി. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജി കുറയും. സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വർക്കാണോ ചെയ്യുന്നത് ആ ചെയ്ത വർക്ക് മൊത്തം എന്തായിട്ടാണ് മാറുന്നത്? ഇന്റേണൽ എനർജി ആയിട്ടാണ് മാറുന്നത്. സോ ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ കംപ്രഷൻ പ്രോസസ് the work done for compression is converted as the increase of internal energy. So the system will be reaching a higher level of internal energy. ഇവിടെയാണെന്നുണ്ടെങ്കിൽ it will cool. internal energy കുറഞ്ഞു. So this will result in cooling. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ കംപ്രഷനിലാണെങ്കിൽ the system will result in heating. കാരണം അതിന് അങ്ങോട്ട് ഇന്റേണൽ എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. എക്സ്പാൻഷൻ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? വർക്ക് നടക്കണം. അപ്പോൾ ഇന്റേണൽ എനർജിയാണ് ആരായിട്ട് മാറുന്നത്? വർക്കായിട്ട് മാറുന്നത്. സോ ഇൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ ഇന്റേണൽ എനർജിയാണ് ആരായിട്ട് മാറുന്നത്? വർക്കായിട്ട് മാറുന്നത്. ഇവിടെയാണെങ്കിലോ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കാണ് ആരായിട്ട് മാറുന്നത്? ഇന്റേണൽ എനർജി ആയിട്ട് മാറുന്നത്. സോറി, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി അല്ലേ. ചെയ്യുന്ന വർക്കാണ് ആരായിട്ട് മാറുന്നത്? ഇന്റേണൽ എനർജി ആയിട്ട് മാറുന്നത്. സോ എക്സ്പാൻഷനിൽ ഇന്റേണൽ എനർജി ബിക്കംസ് വർക്ക്, കംപ്രഷനിൽ വർക്ക് ഡൺ ബിക്കംസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളാണ്. ഇനിയിപ്പോൾ ഇതിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. മക്കളെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വർക്കല്ലേ, ഡെൽറ്റ ഡബ്ല്യു അല്ലേ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുത്ത ഹീറ്റിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. സോ ഫോർ ആൻ ഐഡിയൽ അഡയബാറ്റിക് പ്രോസസ് ദ എഫിഷ്യൻസി ഈസ് ഇൻഫിനിറ്റി. കാരണം ഹീറ്റ് എന്തെങ്കിലും കൊടുക്കുകയോ
കൊടുത്താലല്ലേ നമുക്ക് അവിടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും എഫിഷ്യൻസി ഉണ്ട് അതിന്, ഐഡിയൽ ആണെങ്കിൽ മാത്രം. ഐഡിയൽ അഡയബാറ്റിക് പ്രോസസ്സ്, ഐഡിയൽ ഐസോതെർമൽ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഇമാജിനറി ആണ്. നമ്മളത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അഡയബാറ്റിക് പ്രോസസ്സുമായിട്ട്, അഡയബാറ്റിക് പ്രോസസ്സിനെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷൻസ്. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും നമുക്ക് ഇത്രയും മതി. നമ്മളിപ്പോൾ ജസ്റ്റ് അഡയബാറ്റിക്കിൻ്റെ ഇൻട്രൊഡക്ഷനെ പറഞ്ഞുള്ളൂ. അഡയബാറ്റിക്കിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള വാരിയേഷൻസ് എങ്ങനെയാണ്, വർക്ക് എത്രയാണ് വരുന്നത്, ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ അഡയബാറ്റിക് ആൻഡ് ഐസോതെർമൽ പ്രോസസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന്ന് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പകുതിയിൽ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. സോ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.